കൊല്ലം ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ അതിൻ്റെ നേതൃത്വത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ 22-ാം തീയതി ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച ക്രൈവൺ സ്കൂളിൽ വെച്ചിട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് ഈ വിവിധ ജൂനിയർ തലം, സബ് ജൂനിയർ തലം എന്നുള്ള രീതിയിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിലുള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ശ്രീ DK മുരളി MLA ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ ജില്ലാ ഘടകങ്ങളുണ്ട്. അതിൻ്റെ കൊല്ലം ജില്ലാ ഘടകമാണ് ഈ കൊല്ലം ജില്ലയിലെ ഇത് കളരിപ്പയറ്റ് അസോസിയേഷൻ ഈ മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഇതിനോടകം തന്നെ പല ജില്ലകളിലും മത്സരം പൂർത്തീകരിച്ചിട്ടുണ്ട്. വരുന്ന ജനുവരി മാസത്തിൽ സംസ്ഥാന തലത്തിൽ ഉള്ള ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഈ ജില്ലയിൽ നിന്ന് വിജയിക്കുന്നവർ പങ്കെടുക്കുന്ന ഒരു സ്റ്റേറ്റ് മീറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ അസോസിയേഷൻ്റെ ഇതിനോടകം തന്നെ യുവജന ബോർഡിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെയും ഒക്കെ അഫിലിയേഷനുള്ള ഒരു സംഘടനയാണ് ഈ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ. നിലവിലിപ്പം നമുക്ക് ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഒരു അഫിലിയേഷൻ ഇല്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയിലെ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത കളരികളിൽ നിന്നാണ് ഈ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നത്. ക്രൈവൺ LMS HS വെച്ചാണ് പരിപാടി നടക്കുന്നത്. ബഹുമാന്യനായ കളക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് സമാപന സമ്മേളനം ആരാധ്യായ മേയർ ഇനാഗുറേറ്റ് ചെയ്യും. ഇതിൽ വിവിധ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ സൂപ്പർ കിഡ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, വെറ്ററൻസ് വരെ അങ്ങനെയുള്ള ഒരു നിശ്ചിത പരിധിയിൽപ്പെട്ട ആളുകളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിന് നേരത്തെ തന്നെ 2023 രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് ഇതിന് ഒരു പ്രത്യേക സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിലബസും പ്രകാരമായിരിക്കും നമ്മൾ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഇത് കോച്ചസിൻ്റെ ഇതിനുവേണ്ടി കോച്ചസിൻ്റെ ക്യാമ്പുകൾ, ജഡ്ജസിനെ പ്രത്യേക തരത്തിൽ ഈ ജഡ്ജസിൻ്റെ ക്യാമ്പുകൾ ഒക്കെ പ്രത്യേകമായി പരിശീലനം കഴിഞ്ഞിട്ടാണ് ഈ മത്സരത്തിലേക്കൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ ലെവൽ വരെയുള്ള മത്സരങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനിയും എറണാകുളത്ത് വെച്ച് സ്റ്റേറ്റ് മത്സരവും ഇവിടെ ജില്ലാ മത്സരങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഉടനെ തന്നെ കണ്ണൂർ, എറണാകുളം മത്സരം കഴിഞ്ഞു. അങ്ങനെ വിവിധ ജില്ലകളിലെ മത്സരങ്ങൾ പൂർത്തീകരിച്ച് സ്റ്റേറ്റ് തലത്തിലുള്ള മത്സരങ്ങൾ പോകും. പിന്നെ നാഷണലിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കളരിപ്പയറ്റിൽ വ്യത്യസ്തമായ ശൈലികളുണ്ട്. അത് ഓരോ ഗുരുക്കന്മാർ തന്നെ വ്യത്യസ്ത ശൈലികളിൽ പഠിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ ശൈലികളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതാത് കളരികളിൽ വ്യത്യസ്തമായ ശൈലികളും ഒക്കെ എല്ലാ കളരികളിലും ഉണ്ട്. വ്യത്യസ്തമായ ചുവടുകളും കളരി തൊഴുന്നത് തന്നെ പല കളരികളിലും വ്യത്യസ്തമാണ്. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ എല്ലാ കളരികളിലും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുമാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ ഒരു സംഘടന, പ്രത്യേകിച്ച് വിവിധ MLA അതിൻ്റെ നേതൃത്വത്തിലുണ്ട്, ജനപ്രതിനിധികളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സഹായത്തോടെ ഇതിന് ഒരു കോമൺ സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എവിടെ നടന്നാലും ആ സിലബസും പ്രകാരമായിരിക്കും. അതിന് തെക്കനെന്നോ വടക്കനെന്നോ മധ്യ കേരളമെന്നോ പല ടൈപ്പ് സമ്പ്രദായങ്ങളുണ്ട്. ഹനുമാൻ വഴി എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യത്യസ്തമായ ശൈലികളുണ്ട്. തമിഴ്നാട്ടിൽ വേറെ ശൈലികളുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തത പുലർത്തുന്നില്ല. നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ജഡ്ജസിനെയും കോച്ചസ് ക്യാമ്പും ഒക്കെ വെച്ച് തെക്കനും വടക്കനും മധ്യ കേരളവും പ്രധാനപ്പെട്ട ഇത്തരം ശൈലികളേ ഉള്ളൂ എന്നുള്ളതാണ്. അത് കോർത്തിണക്കിക്കൊണ്ട് എന്നാൽ ഇതിൻ്റെ തനിമ ചോരാതെ തന്നെ അത് നിലനിർത്തി ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ആക്കിയെടുത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇത് മത്സരം പ്രധാനമായിട്ട് വെച്ചിരിക്കുന്നത് ഇപ്പം കാൽസാധകം എന്നും പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. നേർകാല്, വീതുകാല്, ഇരുത്തിക്കാല് എന്നൊക്കെയുള്ള ഒരു അതിനകത്ത് നമുക്ക് ഇത്ര നേർകാലടിക്കണം, ഇത്ര വീതുകാലടിക്കണം, ഇത്ര ഇരുത്തിക്കാലടിക്കണം, ഇത്ര പകർച്ചക്കാലടിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അത് എല്ലാ കളരികളിലും ഒരുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചുവടിനും നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ, ഇപ്പോൾ 1.25 മിനിറ്റ് ആണ് ചുവട് ചെയ്ത് തീർക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിന് ഇത്ര ചുവടുകളുണ്ട്, ഇത്ര നീക്കങ്ങൾ വേണമെന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ കോച്ചസ് ക്യാമ്പ് വെച്ചിട്ട് ഈ കളരികളിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജഡ്ജസിനെ അതാത് ഘടകങ്ങളിലിരുത്തി അത് വാല്യുവേറ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ മെയ്പ്പയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വഴക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മെയ്പ്പയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെയ്പ്പയറ്റിൽ ഇത്ര വടിവുകളുണ്ടാവണം, ഇത്ര നീക്കങ്ങളുണ്ടാവണം, അതിൻ്റെ ആക്യുറസി ഇത്ര ആയിരിക്കണം, ആ ചുവടുകളും നീക്കങ്ങളും ഒക്കെ ഇന്നതായിരിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്, ഗുരുക്കന്മാർക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കളരികളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമൺ സിലബസ് ആക്കിയെടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെ തന്നെ വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കളരികൾ വ്യത്യസ്തമായി പോവാതെ കളരിപ്പയറ്റ് എന്നുള്ള ഒറ്റ സിലബസിലേക്ക് കയറ്റിക്കൊണ്ട് വരാനാണ് നോക്കുന്നത്. സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കളരികളിലാവുമ്പം ശരിക്കും ട്രഡീഷണൽ കളരികളിൽ അതിനകത്ത് ഈ ആചാരപരമായ കുറേ കാര്യങ്ങൾ വരും. ഒരു കാരണവശാലും സ്കൂളിൽ നമുക്ക് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ സ്കൂളിൽ കളരിയുടെ ചുവടുകളും നീക്കങ്ങളും ഒക്കെ അതേ രീതിയിൽ തുടർന്നുകൊണ്ട് കളരികളിലുള്ള മറ്റ് ചടങ്ങുകളൊന്നും സ്കൂളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആചാരപരമായ പ്രശ്നങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ എന്നാൽ ഈ സിലബസ് ഫോളോ ചെയ്യുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലതാനും. പൂഴിക്കടകൻ എന്ന് പറയുമ്പോൾ ദ്രുത ചലനങ്ങളോടുകൂടി ഈ പൊടിപടലങ്ങൾ പറത്തി ഉള്ള ഒരു സംഭവം വടക്കൻ പാട്ടുകളിലെ കഥകളിൽ നിന്നും വന്നതാവാം ഒരു പക്ഷേ. അതായത് മണ്ണ് വാരി കണ്ണിലിടുന്നത് പൂഴിക്കടകൻ എന്ന് പറയാം. അത് കളരികളിലെ ഒരു പ്രയോഗമാണെങ്കിൽ അതൊരു നല്ല പ്രയോഗം തന്നെയാണ്, അതൊരു വലിയ പ്രയോഗം തന്നെയാണ്. അതൊരു ശരിക്കും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയാം. ഇപ്പം തട്ടി ഒഴിഞ്ഞ് മാറി നിന്ന് അടി അമർത്തി കൈകൊണ്ട് മണ്ണ് വാരി കണ്ണിലിടുന്നത് ഒരു പൂഴിക്കടകനാണ്. അപ്പോൾ ഇത് സിലബസ് നമ്മൾ ഓരോ വർഷവും പരിഷ്കരിക്കുന്നത് വെച്ചാൽ എല്ലാം ഈ വടിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സിലബസ് പരിഷ്കരിക്കുന്നത്. ഇപ്പോൾ ഗജവടിവ്, അശ്വവടിവ്, മാർജാന വടിവ്, അങ്ങനെ കുറേ വടിവുകളുണ്ട്. ഈ വടിവുകൾ മേപ്പയറ്റിലൂടെ ഈ വടിവുകൾ എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ അഭ്യസിപ്പിച്ചിട്ട് ഓരോ പ്രാവശ്യവും ഈ വടിവുകളിൽ നിന്ന് ചുവടുകളിലോട്ടോ അഭ്യാസത്തിലോട്ടോ പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രാഥമികമായിട്ട് അങ്ങനെ. അപ്പം ഏതെല്ലാം വടിവുകളിൽ എങ്ങനെയൊക്കെ ശരീരം ചലിപ്പിക്കാൻ കഴിയുമോ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വിദ്യാർത്ഥികളെ അത് പഠിപ്പിക്കുകയും മറ്റുള്ള കളരികളിൽ അത് നമ്മുടെ സംഘടനയിൽ ഇത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് സിലബസ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വടിവുകളില്ലാതെ നമുക്ക് കളരി ചെയ്യാനേ പറ്റത്തില്ല. ഇതിനും ഒരു വടിവുണ്ട്. ഇപ്പോൾ കരടി നില എന്നും പറഞ്ഞൊരു നില, കുതിരയുടെ നില എന്ന് പറഞ്ഞൊരു നില, അശ്വവടിവ്, ബേർ സ്റ്റാൻഡ്, അങ്ങനെ ഓരോ സ്റ്റാൻഡിലാണ് അത് ചെയ്യുന്നത്. മങ്കി സ്റ്റാൻഡ്, പിന്നെ കുറേ കൂടെ പുരാതനമായിട്ട് പോയ ഭീമം വഴി, വാലി വഴി എന്നൊക്കെ പറയുന്ന ഈ വഴികളുണ്ട്. അത് പഴയ രീതി. ഇപ്പോൾ ഭീമ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആരോഗ്യം എടുത്ത് ചെയ്യുന്നതാണ്. വാലി വഴി എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് ചെയ്യുന്ന അയാളുടെ ശക്തി തന്നെ അയാൾക്ക് എതിരായിട്ട് തിരിച്ചു വിടുന്നൊരു വഴി, അതാണ് ബാലി. അത് കൂടുതലും നമ്മൾ ആ വഴിയിലാണ് സെൽഫ് ഡിഫെൻസ് ചെയ്യുന്നത്. വാലി വഴിയിൽ വരുന്ന ആൾ ഇത്ര ശക്തനായിക്കോട്ടെ അയാളുടെ ശക്തി തന്നെ അയാളിലേക്ക് തിരിച്ചു വിടുന്ന ഒരു സമ്പ്രദായം. അത് ഇത്ര ശക്തി ഇല്ലാത്ത ആൾക്കും അത് ചെയ്യാൻ പറ്റും. ഇതിനെയൊക്കെ ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ ഈ സിലബസിൻ്റെ ഓരോ കാര്യങ്ങളും ഇത് ചെയ്തെടുക്കുന്നത്. കരാട്ട പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, കളരി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അതല്ലെങ്കിൽ ഈ കുട്ടികൾ സ്വകാര്യമായിട്ട് ഇതുപോലെയുള്ള കളരി ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കുന്ന അവസരങ്ങളുണ്ട്. നമുക്ക് ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി എല്ലാ കുട്ടികളും കളരിയിലെ മർമ്മം അതാണ് ഉദ്ദേശിച്ചത്. മർമ്മം പഠിച്ചിരിക്കണം. അങ്ങനെ ഒരു കർശനമായിട്ടൊരു ഉപാധി വെക്കുവാൻ പറ്റത്തില്ല. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കുവാൻ. ഇപ്പം നമ്മൾ അടുത്തിടെ കണ്ട ഒരു എക്സസൈസ് ദിവസവും രാവിലെ ചെയ്യുന്നത്, അത് രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഈ പറഞ്ഞ കണക്ക് വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിച്ചുകൊണ്ട് പൊതുയിടങ്ങളിൽ സ്ത്രീകൾ വരുന്നതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. അതല്ല, എക്സസൈസിൻ്റെ മെറിറ്റിൽ മാത്രം കണ്ടാൽ മതി എന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അതാണ്. അത് യോജിക്കുവാനും വിയോജിക്കുവാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇതും ഈ ഒരു പ്രക്രിയ അങ്ങനെ തന്നെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കളരി നമ്മുടെ ആയോധനകല ആയതിനാൽ കേരളത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും കളരി പഠിച്ചിരിക്കണം എന്ന് നിഷ്കർഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു.